ഹലോ എവ്രി വൺ, വെൽക്കം ടു കിഡ്സേരിയ ഓൺലൈൻ. നാളെ ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം ആണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞായിരുന്നോ? പഠിച്ചുകൊണ്ടിരിക്കുവാണല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? നോക്കാം. നിങ്ങൾക്കായി കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. ഏപ്രിൽ 1 മുതൽ കിഡ്സേരിയ ഓൺലൈൻ കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതോടൊപ്പം റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക. 9746487799. പാരന്റ്സ് ദയവായി നോട്ട് ചെയ്തോളൂ. 9746487799. ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഏതൊക്കെ കോഴ്സുകളാണ് എന്ന് ടീച്ചർ പറയാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് ഓരോ സബ്ജക്റ്റ് ആണ് കേട്ടോ. ഇതിൽ കുട്ടികൾക്ക് എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികൾ ഇപ്പോഴുണ്ട്. കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ് മലയാളത്തിന്റെ ഉണ്ട്, ഇംഗ്ലീഷിന്റെ ഉണ്ട്, ഹിന്ദിയുടെ ഉണ്ട്. ഇനി ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ ലെറ്റേഴ്സ് പഠിക്കാനുള്ള ക്ലാസ് ഉണ്ട്. ലെറ്റേഴ്സ് പഠിച്ച ശേഷം അടുത്ത ബാച്ചിൽ നിങ്ങൾക്ക് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എക്സാം എഴുതുവാനും സ്വന്തമായിട്ട് സെന്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനും ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. അതിനായി ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. കുട്ടികൾക്കായി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് കിഡ്സേരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതുപോലെ STD1 പ്രിപ്പറേഷൻ, 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. LKGയിൽ നിന്നും UKGയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് UKG പ്രിപ്പറേഷൻ ക്ലാസ്സസ് ഉണ്ട്. മാത്സിന്റെ ബേസിക് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതൊന്നും അറിയാത്ത കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കായിട്ട് ഈ ബേസിക് ക്ലാസ്സസും കിഡ്സേരിയ ഓൺലൈൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സസ്, അതായത് 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം ഇവ എങ്ങനെ എക്സാം എഴുതണം, നിവേദനം എങ്ങനെ എഴുതണം, കോൺവെർസേഷൻ എങ്ങനെ എഴുതണം, ഇതൊക്കെ ഡൗട്ടുള്ള കുട്ടികൾ ഇപ്പോഴും ഒത്തിരി ഉണ്ട്. അവർക്കായിട്ട് അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ക്ലാസ്സുകളുണ്ട്. കിഡ്സേരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒത്തിരി വർക്ക്ഷീറ്റ്സുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നോട്ട് ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് മെസ്സേജ് ചെയ്തോളൂ. യാത്രാ വിവരണം എഴുതുക. നിങ്ങൾ ബസ്സിലോ കാറിലോ ബൈക്കിലോ എവിടെയെങ്കിലും നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവുമല്ലോ. ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾ വാഹനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു യാത്രാ വിവരണം എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബസ്സിൽ പോയപ്പോൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചെഴുതുക. നിങ്ങളുടെ യാത്രയിൽ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വിവരിച്ചെഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? അതാണ് ഇവിടെ ടീച്ചർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനോടൊപ്പം ബസ്സിൽ പട്ടണത്തിൽ പോയി. പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകൾ ഞാൻ കണ്ടു. ഇവിടെ ബസ്സിൽ പോയതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അച്ഛനോടൊപ്പം ബസ്സിൽ പട്ടണത്തിൽ പോയി. പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകൾ ഞാൻ കണ്ടു. റോഡ് നിറയെ വാഹനങ്ങളും ആളുകളും. റോഡ് നിറയെ എന്താ? വാഹനങ്ങളും ആളുകളുമാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും നിറയെ വലുതും ചെറുതുമായ കടകൾ. വാഹനങ്ങൾ തമ്മിലുള്ള മത്സരവും ഞാൻ കണ്ടിരുന്നു. ചിലർ റോഡ് മുറിച്ചു കടക്കാൻ സീബ്ര ക്രോസിംഗിന്റെ അടുത്ത് നിൽക്കുന്നു. ചില സ്റ്റോപ്പുകളിൽ ട്രാഫിക് പോലീസിനെ കണ്ടു. അവർ വാഹനങ്ങളെ നിയന്ത്രിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ബ്ലോക്ക് കാരണം കുറേ സമയം വണ്ടി നിർത്തിയിട്ടിരുന്നു. ആംബുലൻസുകൾ വേഗത്തിൽ പാഞ്ഞു പോകുന്നു. എനിക്ക് ബസ് യാത്ര വളരെ ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാഹനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വാഹനം, ആ വാഹനത്തിൽ നിങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് എഴുതാൻ പറഞ്ഞാൽ എഴുതാം. ഇനി ഏതെങ്കിലും വാഹനങ്ങളെ കുറിച്ച് ചോദിച്ചാലോ, സൈക്കിളിനെ കുറിച്ച് ചോദിച്ചാലോ, ഞാൻ സൈക്കിൾ, എനിക്ക് 2 ചക്രങ്ങളാണുള്ളത്, വളരെ കുറച്ചു ദൂരം യാത്ര ചെയ്യുന്ന ഒരു വാഹനമാണ് ഞാൻ, എനിക്ക് ഓടാനായിട്ട് പെട്രോളോ ഡീസലോ അങ്ങനെ ഇന്ധനങ്ങളൊന്നും വേണ്ട. ഇനി ഓട്ടോറിക്ഷ ആണെങ്കിൽ എങ്ങനെ എഴുതാം? ഞാൻ ഓട്ടോറിക്ഷ, എനിക്ക് 3 ചക്രങ്ങളാണുള്ളത്, എന്നിൽ 3 ആളുകളാണ് യാത്ര ചെയ്യുക, ഞാൻ വളരെ കുറഞ്ഞ ഇടവഴിയിലൂടെയൊക്കെ
പോകാൻ കഴിയുന്ന എനിക്ക് പോകാൻ കഴിയും. അതുപോലെ നമുക്ക് എന്തെഴുതാം? ഞാൻ പല നിറങ്ങളിൽ ഇപ്പോൾ ഉണ്ട്. മഞ്ഞ നിറത്തിൽ, മഞ്ഞയും കറുപ്പ് നിറത്തിലുണ്ട്, പച്ച നിറത്തിലുണ്ട്, കറുപ്പ് നിറത്തിലുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. ഞാൻ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക്, അങ്ങനെ അതിലൊക്കെയാണ് ഞാൻ ഓടുക. ഓരോ വാഹനത്തെക്കുറിച്ച് എഴുതാൻ പറഞ്ഞത് ഞാൻ എത്ര വീലുണ്ട്, അതിൽ എത്ര ആളുകൾക്ക്, വിമാനം, ട്രെയിൻ, ബസ്, ഇതിലൊക്കെ നിറയെ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വാഹനത്തെക്കുറിച്ച് എഴുതുന്നതാണ്, ആ വാഹനത്തിന്റെ സവിശേഷത എഴുതുന്നത്. യാത്രാ വിവരണം എഴുതുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത വാഹനത്തിൽ നിങ്ങൾ പോയപ്പോൾ ഏത് വാഹനത്തിലാണോ യാത്ര ചെയ്തത് ആ വാഹനത്തിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് എഴുതി ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പോകുന്ന വഴിക്ക് നിറയെ കാഴ്ചകൾ കണ്ടു, റോഡ് നിറയെ മരങ്ങളുണ്ട്, അല്ലെങ്കിൽ റോഡ് നിറയെ വാഹനങ്ങളുണ്ട്, റോഡിന്റെ ഇരുവശങ്ങളിൽ നിറയെ കടകളുണ്ട്, പിന്നെ സീബ്ര ക്രോസിംഗ്, അവിടെ എന്താണ്, ട്രാഫിക് പോലീസ്, ട്രാഫിക് ലൈറ്റ് കണ്ടു, ബ്ലോക്ക് ഉള്ളത് അറിയാം, ബ്ലോക്ക് ഉള്ളത് കണ്ടു, ആംബുലൻസുകൾ വേഗത്തിൽ പാഞ്ഞു പോകുന്നത് കണ്ടു. അവസാനം എനിക്ക് ഈ യാത്ര വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, ഇതാണ് യാത്രാ വിവരണം എഴുതുക. രണ്ടാമത് എത്ര എണ്ണം, എണ്ണുക, എണ്ണി എഴുതുക. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്ന് എഴുതുക. ആദ്യം നമുക്ക് ട്രയാങ്കിൾ 1 2 3 4 5 6. വേറെ ട്രയാങ്കിൾ നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് ട്രയാങ്കിൾ അല്ല. കാരണം എന്താ? ഇവിടെ കണ്ടോ, ഇങ്ങനെയുള്ളത് കൊണ്ട് ഇത് ട്രയാങ്കിൾ അല്ല. ഓക്കെ, 6 ട്രയാങ്കിൾസ്. അപ്പോൾ ഇവിടെ എത്ര എഴുതണം? 6 എഴുതണം. ഇനി സർക്കിൾ, എത്ര വട്ടമുണ്ട്? 1 2 3 4. എത്ര വട്ടമുണ്ട്? 4. ഇനി ചതുരം, എത്ര ചതുരം ഉണ്ടെന്ന് എഴുതുക. 1 2 3 4 5 6 7 8 9. ഇത് മുഴുവനായിട്ട് 10. ഇവിടെ 11. എത്ര ചതുരങ്ങളുണ്ട്? 11. അപ്പൊ എത്ര എണ്ണം എന്ന് കണ്ടെത്തി എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ അറിയാലോ. ഏറ്റവും കൂടുതൽ ഏതാണ്? ഏറ്റവും കൂടുതൽ ഇതാണ്, മോർ, കൂടുതൽ. ലീസ്റ്റ്, ഏറ്റവും കുറവ് ഏതാണ്? വട്ടം. അപ്പോൾ കൂടുതൽ ഏത്, കുറവേത് എന്ന് ചോദിച്ചാൽ എഴുതുക. എണ്ണി എഴുതാൻ പറഞ്ഞാൽ എന്ത് ചെയ്യുക? ഓരോ ഷേപ്സും എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടെത്തി എഴുതുക. ഇനി ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ട് പുതിയൊരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞാലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം വരയ്ക്കാം. ഓക്കെ, ഇഷ്ടമുള്ള ഒരു ചിത്രം എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ അടയാളം ഇത് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം, ഈ ഷേപ്സ് ഉപയോഗിച്ചിട്ട് വരയ്ക്കാം. ഓക്കെ, അടുത്ത ചോദ്യമാണ്, ഇവിടെ ഒരു എറർ ആണ്, ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യമാണ്, ഓരോ ആളുകൾക്ക് കിട്ടിയ 100കൾ, 10കൾ, 1കൾ അത് നമുക്ക് കൗണ്ട് ചെയ്ത് എഴുതണം. എത്ര 100കളുണ്ട്? 1 2 3 4. 4 100കൾ. എത്ര 10കളുണ്ട്? 1 2 3. 3 10കൾ. ബാക്കി വന്ന 1കൾ എത്രയാണ്? 6. അപ്പോൾ ടോട്ടൽ എത്രയാണ്? ആദ്യം 100ൻ്റെത് എഴുതുക, എന്നിട്ട് 10കളുടേത് എഴുതുക, എന്നിട്ട് 1കളുടെ എഴുതുക. ആകെ എത്രയാ? 436. ഇവിടെ എങ്ങനെ എഴുതാം? അജീഷ്, എത്ര 100കളുണ്ട്? 1 2 3. 3 100കൾ. എത്ര 10കളുണ്ട്? 1 2 3 4 5 6 7 8. 8 10കൾ. എത്ര 1കളുണ്ട്? 2. അപ്പൊ എങ്ങനെ എഴുതാം? 100കളുടെ 3 ആദ്യം എഴുതുക, 10കളുടെ 8 അടുത്ത് എഴുതുക, 1കളുടെ 2 എഴുതുക. നമ്പർ ഏതാണ്? 382. ഓക്കെ, പ്രിൻസ്, ഇവിടെ പ്രിൻസിന് എത്രയുള്ളത്? എത്ര 100കളുണ്ട്? 1. എത്ര 10കളുണ്ട്? 6. 1കൾ 7. അപ്പൊ എങ്ങനെ നമ്പർ വരിക? 167. ഇനി മേഘ, എങ്ങനെ എഴുതാം? എത്ര 100s ഉണ്ട്? 4. എത്ര 10s ഉണ്ട്? 8. 1s 8. അപ്പോൾ എത്ര നമ്പർ എഴുതിയേ? 488. ഇനി ജാസ്മിൻ, ജാസ്മിൻ എത്ര 100s ഉണ്ട്? 3.
എത്ര ടെൻസ് ഉണ്ട്? 7. വൺസ് എത്രയാ? 6. 376. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആരും തെറ്റിക്കരുത് കേട്ടോ, എല്ലാവരും കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.